ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ 4 മണി പലഹാരമായിട്ടാണ്. ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുറച്ച് എരിയൊക്കെ ഉള്ള, എന്നാൽ എരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു 4 മണി പലഹാരം, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പലഹാരം എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ഞാൻ അരിപ്പൊടി ഒരു 1.5 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് വറക്കണം എന്നൊന്നുമില്ല. ഈ 1.5 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഒരു 1/4 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഉള്ളൊക്കെ സോഫ്റ്റായി വരാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്. പക്ഷേ ജീരകമൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇപ്പോൾ ജീരകപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്, ഒരു 1/4 ടീസ്പൂണോളം. നിങ്ങൾക്ക് ഇനി ജീരകമായിട്ട് ചേർക്കുകയാണെങ്കിൽ ചെറിയ ജീരകം, നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ ചേർത്തിട്ടുള്ളത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റായിട്ട് എടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് നല്ലതുപോലെ ചതച്ചിട്ട് ആണ് ഒരു ഗാർലിക് പേസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അങ്ങനെ കടിക്കാനൊന്നും കിട്ടത്തില്ല, എന്നാൽ ഇതകത്ത് ചെല്ലും ചെയ്യും, ആ ഒരു സ്വാദൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കോരി ഒഴിക്കുന്ന പരുവത്തിനുള്ള മാവ്, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ബാറ്റർ അങ്ങനെയാണ് വേണ്ടിയത്. അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, നമ്മുടെ പൈപ്പിൽ വരുന്ന സാധാരണ തണുത്ത വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയാണ് മാവ് ഇരിക്കേണ്ടത് കേട്ടോ. നമുക്ക് അത്യാവശ്യം കോരി ഒഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അത്യാവശ്യം കട്ടിയും വേണം, അന്ന് ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇത് പക്ഷേ തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഉള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിളും ചേർക്കാം. നമുക്ക് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം എന്ന് മാത്രം. എങ്കിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു എല്ലാ മിക്സും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം ഈ ഒരു നമ്മുടെ സവോളയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്പം ഒരു തിക്കായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ ആ ഒരു കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതിന് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഇതിനകത്ത് ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണിലും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. നമുക്കിതൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്തുള്ള എല്ലാം ഒന്നും പ്രോപ്പറായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഞാനിവിടെ 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഞാനിത് ഉടനെ തന്നെ എണ്ണയിൽ നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിൽ നമ്മളിത് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെയ്യപ്പത്തിനൊക്കെ മാവ് കോരി ഒഴിക്കുന്നത് പോലെ ഒന്ന് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ ഇതിൻ്റെ മാവ് കുറച്ചും കൂടെ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ മാവ് ഇരിക്കേണ്ടതെന്ന്. കണ്ടോ, ഇത്രയും ഒരു തിക്നെസ് വേണം കേട്ടോ. നമ്മൾ ഈ വെള്ളയപ്പത്തിനൊക്കെ മാവിൻ്റെ ഒരു, അല്ലെങ്കിൽ ദോശയൊക്കെ ചുടുമ്പോഴുള്ള മാവിൻ്റെ ആ ഒരു കട്ടി നമ്മുടെ ഈ ഒരു മാവിനും വേണം. അപ്പോൾ ഇതാ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാക്കിയിട്ടുള്ള എണ്ണയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളൊന്നും വെന്ത് വരില്ല, അതുപോലെ പുറം ക്രിസ്പിയായി വരത്തുമില്ല. ഇപ്പോൾ ഇവിടെ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് കോരി ഒഴിക്കുന്ന സമയത്ത് നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇടാനും മറക്കരുത്. അപ്പോൾ ഞാൻ മീഡിയം ലോ ഫ്ലെയിമിൽ ഞാൻ ആക്കിയിട്ടാണ് ഈ ഒരു മാവ് കോരി ഒഴിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഓരോന്നായിട്ടാണ് കോരി ഒഴിച്ച് നമുക്കിത് ഒരു അപ്പത്തിൻ്റെ ഒരു പരുവത്തിലെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിന് അത്യാവശ്യം നീളൊക്കെയുള്ള, അല്ലെങ്കിൽ നല്ലതുപോലെ വിഡ്ത്തായിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒത്തിരി ഇടാം, 2-3 ഇടാം. ഇത് അല്പം ഒരു കുഴിപാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരെണ്ണം ഇട്ടിട്ട്
എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സാധാരണ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് ഉള്ളൊക്കെ വേവുന്നത് വരെ സമയം കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു അപ്പം ഇവിടെ റെഡിയാണ്. അല്ലെങ്കിൽ ഇതിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പുറം ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക. പിന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ മാവ് കോരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണ നല്ലതുപോലെ തിളച്ചിട്ട് വേണം കോരി ഒഴിക്കാൻ, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ശരിയായി വരത്തില്ല. അപ്പോൾ കോരി ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് തൊട്ട് മുന്നേ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിലും ആക്കും വേണം. കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിനി ഇതിനകത്ത് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് ഇതുപോലെ അപ്പം ആക്കി എടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്കിത് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്തുള്ള എരിവും അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.